എന്റെ പൊന്നാര സുഹൃത്തുക്കളെ, ആ പാവം പിടിച്ച സഞ്ജു വി സാംസൺ ആവശ്യം കഴിഞ്ഞപ്പോ കറിവേപ്പല പോലെയായി. ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയുടെ ആ ഒരു വിന്നിംഗ് മൂവ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു വിന്നിംഗ് മൂവ്മെന്റിൽ സഞ്ജു വി സാംസൺ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാശാലിനെ കാണാൻ കൂടി സാധിച്ചില്ല സുഹൃത്തുക്കളെ. എന്തിനു കൂടുതൽ പറയുന്നു, സഞ്ജു വി സാംസൺ, അക്ഷർ പട്ടേൽ, ശിവൻ ദുബെ ഈ മൂന്ന് പേരെയും സ്ക്രീനിൽ കാണിച്ചിട്ടേ ഇല്ല. അത്രയ്ക്ക് മാത്രം ഇവരെ മൂന്ന് പേരെയും പേടിച്ചിരിക്കുന്നു. കാരണം മൂന്ന് പേരും നല്ല രീതിയിൽ ഇന്ത്യയുടെ വിജയത്തിന് വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് നയിച്ച ആൾക്കാരാണ്. ശിവൻ ദുബെ അടി കൊണ്ടിട്ട് ഒരു ചെണ്ടയാണെങ്കിൽ ബാറ്റിങ്ങിന് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ആ പുള്ളിക്കാരന് പറ്റുന്ന ബോളൊക്കെ ഈ പുള്ളിക്കാരൻ ബൗണ്ടറി ലൈൻ കടത്തിയിട്ടുണ്ട്. അക്ഷർ പട്ടേൽ ആണെങ്കിൽ നിർണായക മത്സരങ്ങളിൽ വിക്കറ്റ് നേടി തന്നിട്ടുണ്ട്. സഞ്ജു സാംസൺ ആണെങ്കിൽ 3 കളിയിൽ നല്ല രീതിയിൽ സ്കോർ എടുത്തിട്ട് ഇന്ത്യനെ കപ്പിന്റെ അടുത്തേക്ക് എത്തിച്ചിട്ട് കപ്പ് ഉയർത്താനായിട്ട് സഹായിച്ച ഒരു വ്യക്തിയാണ് സഞ്ജു സാംസൺ. നല്ല രീതിയിലുള്ള വിഷമം ഉണ്ടായിരുന്നു. സഞ്ജുവിനെ പോലെ ഇത്രയും മാത്രം പ്രതിഭാശാലിയായിട്ടുള്ള ആ കളിക്കാരൻ, ആ ഒരൊറ്റ കളിക്കാരനുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ത്യ ഈ വേൾഡ് കപ്പ് ഉയർത്തിയത്. അതിൽ യാതൊരു സംശയമില്ല. അത്രയും മാത്രം കഴിവുള്ള ഒരു പ്രതിഭാശാലിയായിട്ടുള്ള കളിക്കാരനെ ബെഞ്ചിൽ പിടിച്ചിരുത്തിയിരിക്കുകയായിരുന്നു നമ്മുടെ സൂര്യകുമാർ എന്ന് പറയണ പ്രധാനപ്പെട്ട ക്യാപ്റ്റൻ. ഗൗതം ഗംഭീർ എന്ന് പറയണ അത്രയും മാത്രം മനസ്സിലൊരു നന്മയുള്ള ആ ഒരു കോച്ച് ഉള്ളത് കൊണ്ട് മാത്രമാണ് സഞ്ജു വി സാംസൺ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാശാലിക്ക് കളിക്കാനായിട്ടുള്ള ഒരു അവസരം വീണ്ടും വീണ് കിട്ടിയത്. ആ വീണ് കിട്ടിയ ഒരു അവസരം എന്ന് പറഞ്ഞത് നിർണായക മത്സരത്തിലായിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരെ 97 റൺസ്, ഇംഗ്ലണ്ടിനെതിരെ 89 റൺസ്, ന്യൂസിലാൻഡിനെതിരെ ഫൈനലിൽ 89 റൺസ്. 3 മത്സരങ്ങളിലായിട്ട് നേടിയത് പടുകൂറ്റൻ സ്കോർ. ഇന്ത്യയുടെ ഏറ്റവും വലിയ മികച്ച ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന മഹേന്ദ്ര സിംഗ് ധോണിയും രോഹിത് ശർമ്മയും എല്ലാ പ്രധാനപ്പെട്ട കളിക്കാരും ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനൽ കാണാനായിട്ട് ആ ഗ്രൗണ്ടിന്റെ VIP ബോക്സിൽ ഉണ്ടായിരുന്നു. അവരെയൊക്കെയാണ് ആദ്യം തന്നെ ഒപ്പിയെടുത്തത് ക്യാമറ. പക്ഷെ സഞ്ജു സാംസൺ പോലത്തെ ആ പ്രതിഭാശാലിന്റെ മുഖം ഒന്ന് കാണിക്കാൻ കൂടി ജിയോ ഹോട്ട്സ്റ്റാറിലോ അല്ലെങ്കിൽ ഈ ഒരു മീഡിയക്കാർക്കോ ഒന്നും പറ്റിയില്ല സുഹൃത്തുക്കളെ. ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന കൂട്ടുകാരെ, നിങ്ങളൊന്ന് ലൈക്ക് അടിക്കും. 10 പേരിലേക്ക് വീഡിയോ ഒന്ന് പോട്ടെ. ഇതിന്റെ പിന്നിൽ നല്ല രീതിയിലുള്ള പണപ്പരിപാടി നടക്കുന്നുണ്ട്. ഏറ്റവും ഉത്തമ ഉദാഹരണം പറഞ്ഞ ഈ വരാൻ പോണ IPL തന്നെയാണ്. സഞ്ജു വി സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് കയറിയല്ലോ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. മുംബൈ ഇന്ത്യൻസിന്റെ പ്ലെയറാണ് ഹാർദിക് പാണ്ഡ്യ, അതേപോലെ സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ. ഈ 3 പേരും ഒരുമിച്ച് നിൽക്കണ കുറെ നല്ല മുഹൂർത്തങ്ങളൊക്കെ ആയിട്ട് കാണാൻ സാധിച്ചത്. സഞ്ജു സാംസൺ എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിനെ ഒന്ന് മുഖം കൂടി ശരിക്കും ഒന്ന് കാണിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഈ മീഡിയക്കാർക്കും ഈ ഇതിന്റെ ആൾക്കാർക്കും പറ്റിയില്ല. ഇതിന്റെ പിന്നിൽ നല്ല രീതിയിലുള്ള കളി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിന്റെ മുഖം കാണിക്കാതിരുന്നത്. സഞ്ജുവിനെ എങ്ങനെ ഇക്കണ്ട കോടിക്കണക്കിന് ജനങ്ങൾ ഈ കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇക്കണ്ട കോടിക്കണക്കിന് ജനങ്ങൾ ഇത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇന്ത്യയുടെ ആ ഒരു വിന്നിംഗ് മൂവ്മെന്റ് വരുന്ന സമയത്ത് സഞ്ജുവിനെ പോലെ ഇത്രയും മാത്രം പ്രതിഭാശാലിയായിട്ടുള്ള കളിക്കാരൻ ഇന്ത്യക്ക് ഇത്രയും വലിയൊരു വൻ മാർജിനുള്ള ഒരു ജയം ഒരുക്കി കൊടുക്കാൻ മുന്നിട്ട് നിന്ന് കളിച്ച സഞ്ജു വി സാംസൺ എന്നാ പറയണ ആ ഒരു പുള്ളിക്കാരന്റെ മുഖം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധ ആളുകൾ മുഴുവനും ചിലപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ടീമിലേക്ക് ചേക്കേറുന്നു ഇതിന്റെ ആളുകൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതും ഒരു ബിസിനസ് ഇടപാട് തന്നെയാണ് സുഹൃത്തുക്കളെ. ഒക്കെ പണത്തിന്റെ ഒരു കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി കളിക്കുകയായിരുന്നു. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ അത്രയ്ക്കും മരിക്കും എന്ന് പറയും. അത്രയ്ക്ക് മാത്രം ക്രിക്കറ്റ് പറഞ്ഞ ജീവനാണ്. അത്രമാത്രം ഞാൻ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. എന്റെയൊക്കെ ഒരു ചെറുപ്പത്തില് ക്രിക്കറ്റ് കളി കാണുന്ന സമയം എന്ന് പറഞ്ഞാൽ സച്ചിൻ, സേവാഗ്, ധോണി ഇവരൊക്കെ കളിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടിയിട്ട് കളിക്കുന്ന പോലെയാണ്. ഈ IPL എന്ന് പറയുന്ന കളി വന്നോട് കൂടി 50 ഓവറിന്റെ കളിയുടെ ആ ഒരു ത്രില്ല് അങ്ങോട്ട് നഷ്ടപ്പെട്ടു. ഇപ്പൊ 20-20-20 ആണ്. അതുകൊണ്ട് തന്നെയാണ് 20-20 കളിച്ച് ശീലിച്ചുകൊണ്ട് തന്നെയാണ് ഈ 50 ഓവറിന്റെ കളി വരുമ്പോൾ ഇന്ത്യ പതർന്നത്. അതേപോലെ ടെസ്റ്റ് കളികൾ വരുമ്പോഴും ഇന്ത്യക്ക് സ്പിന്നിനെ പ്രതിരോധിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നത് തന്നെയാണ്. VVS ലക്ഷ്മൺ ഉണ്ടായിരുന്നു, രാഹുൽ ദ്രാവിഡ് ഉണ്ടായിരുന്നു, സൗരവ് ഗാംഗുലി വരെ സ്പിന്നിനെ നന്നായിട്ട് കളിക്കും. അങ്ങനെ സ്പിന്നിനെ കളിക്കാൻ കഴിവുള്ള പ്രഗത്ഭരായ കളിക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ആരെങ്കിലും സ്പിന്നിനെ കളിക്കുന്നവരുണ്ടോ? ഒക്കെ കണ്ണും പൂട്ടി അടിക്കണം എന്നുള്ളൊരു മെയിനിലാണ്. പക്ഷെ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഈ പ്രതിഭാശാലിയായിട്ടുള്ള കളിക്കാരൻ സ്പിന്നിനെ നല്ല അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യും. അതന്നെയല്ലേ നമ്മളിപ്പോ ഈ 3 കളിയിലും കണ്ടത്. സഞ്ജു ആക്രമിച്ച് കളിക്കുന്ന ഒരാളാണ്. പക്ഷെ സഞ്ജു ഒന്ന് ശാന്തതയായിട്ട് കളിച്ചു. അതുകൊണ്ട് എന്തായി, ഇന്ത്യക്ക് കപ്പ് ഉയർത്താൻ പറ്റി. അല്ലെങ്കിൽ ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് കയറി വന്നു. പക്ഷെ സൂപ്പർ 8 പോലത്തെ മത്സരത്തിലെത്തിയപ്പോൾ ഇന്ത്യ പടപടാന്ന് വരയ്ക്കണതാണ് കണ്ടത്. ദക്ഷിണാഫ്രിക്കയായിട്ടുള്ള ഫസ്റ്റ് കളി തന്നെ പൊട്ടി. പിന്നെ ഇന്ത്യ പാക്ക് ചെയ്യേണ്ടി വരും എന്നാണ് വിചാരിച്ചത്. പക്ഷെ സഞ്ജുവിന് അവസരം കിട്ടി. സഞ്ജു അത് കൃത്യമായിട്ട് മുതലെടുത്തു. ഇന്ത്യനെ വിജയത്തിലേക്ക് എത്തിച്ചു. ആ വിജയത്തിൽ എത്തിച്ച സഞ്ജു വി സാംസൺ എന്തുകൊണ്ട് ഒന്ന് മുഖം കാണിക്കാനുള്ള ഒരു മനസാക്ഷിയെങ്കിലും ഈ മീഡിയക്കാർക്ക് ഉണ്ടായില്ലേ? മീഡിയക്കാർ വെറുതെ ഒപ്പാണ്ടിരിക്കണോ? ഇതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇത് ഞാൻ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. സഞ്ജുവിനെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തുക, ആവശ്യം കഴിഞ്ഞപ്പോൾ ഒഴിവാക്കി. പക്ഷെ
അക്ഷർ പട്ടേൽ സമ്മതിക്കണോട്ടോ, അക്ഷർ പട്ടേൽ ഓടി വന്ന് സഞ്ജു സാംസനെ കെട്ടിപ്പിടിച്ചു. കാരണം അക്ഷർ പട്ടേലിനെ അറിയാം, സഞ്ജു സാംസൺ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാശാലിയുടെ ആ ഒരു മികവിൽ തന്നെയാണ് ഇന്ത്യ ഈ കപ്പ് എടുത്തിരിക്കുന്നത്, ഇന്ത്യനെ ഈ കപ്പിലേക്ക് എത്തിച്ചതെന്ന് അവന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഹഗ് ചെയ്തത്. അതേപോലെ തിലക് വർമ്മയൊക്കെ സല്യൂട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ പറയണ സൂര്യകുമാർ യാദവിനെയൊന്നും അവിടെ കണ്ടില്ലല്ലോ, ഓടിപ്പെടുന്നു സഞ്ജുവിനെ കെട്ടിപ്പിടിക്കാനൊന്നും ഹഗ് ചെയ്യാനൊന്നും കണ്ടില്ലല്ലോ. സൂര്യകുമാർ യാദവ് ഒക്കെ വെറും വളിപ്പൻ ക്യാപ്റ്റനാണ് സുഹൃത്തുക്കളെ, വളിപ്പൻ ക്യാപ്റ്റൻ. അവനെ പോലെയുള്ള ഒരു ക്യാപ്റ്റൻ ഒന്നും ഇന്ത്യൻ ടീമിൽ വേണ്ട. സൂര്യകുമാർ യാദവിനെ ആരും പിടിച്ചിട്ട് പുറത്താക്കണം. സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിൽ കുറെ കളികൾ ജയിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്കാരന് നല്ല രീതിയിൽ ശിക്കാരി ശമ്പളമാണ്, ഭാഗ്യമുണ്ട്. ആ ഭാഗ്യം എത്ര ദിവസം നമുക്ക് കിട്ടുമെന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. 250 പോലെ വലിയൊരു ടാർഗറ്റ് സ്കോർ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ആ ഒരു സ്കോറിനെ പ്രതിരോധിക്കാനുള്ള ഒരു മനക്കെട്ടി കൂടി ഈ ക്യാപ്റ്റനില്ല. ക്യാപ്റ്റൻ അവിടെ പതറാണ്. നല്ല രീതിയിൽ ബോളിംഗ് എവിടെ ആർക്ക് കൊടുക്കണം, ആരുടെ കയ്യിൽ പന്ത് ഏൽപ്പിക്കണം, ഫസ്റ്റ് പവർ പ്ലേന്റെ ഉള്ളിൽ എങ്ങനെ ബോളിംഗ് കൊടുക്കണം, എവിടെ ഫീൽഡിംഗ് നിർത്തണം ഒന്നും അറിയില്ല. ആ പുള്ളി ഇങ്ങനെ ബബിൾക്കം ചവച്ച് ബബിൾക്കത്തിന്റെ കമ്പനിയിലും കൂടെ അങ്ങനെ നിൽക്കുന്ന ഒരു ക്യാപ്റ്റനാണ് ഈ സൂര്യകുമാർ യാദവ്. സൂര്യകുമാർ യാദവിനെ മാറ്റിയിട്ട് സഞ്ജു സാംസനെ പോലെയുള്ള കളിക്കാരനെ ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തിട്ട് ഇറക്കണം. എന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ സഞ്ജുവിന് ക്യാപ്റ്റൻ സ്ഥാനം കിട്ടത്തില്ല. ക്യാപ്റ്റൻ സ്ഥാനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് നല്ല പ്രതിഭാശാലിയായിട്ടുള്ള കളിക്കാർ കുറേ ഉണ്ട്, കുറേ പിള്ളേരുണ്ട്. അവർക്കൊക്കെ അവസരങ്ങൾ കിട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിനെ തഴയണത്. സഞ്ജു മലയാളിയാണല്ലോ, മലയാളികളെ എവിടെ പോയാലും തഴയാൻ മിടുക്കരാണ്. പ്രത്യേകിച്ച് ഈ ബംഗാളികളെ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ തഴയും. അതാ ഞാൻ പറയുന്നത്, മുംബൈ ഇന്ത്യൻസിന്റെ ടീമിനെ മാത്രം പൊക്കി കാണിക്കുന്നതാണ് ആ ഒരു വിന്നിംഗ് മൂവ്മെന്റിൽ കാണാനായിട്ട് സാധിച്ചത്. സുഹൃത്തുക്കളെ, നിങ്ങൾ എത്ര പേര് അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിയത്തില്ല. സഞ്ജു സാംസനെ നല്ല രീതിയിൽ തഴഞ്ഞിട്ടുണ്ട്. അപ്പൊ സഞ്ജുവിനെ തഴഞ്ഞാലും കോടിക്കണക്കിന് ജനങ്ങൾ അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ തഴഞ്ഞാലും ഹൃദയങ്ങളിൽ സഞ്ജു സാംസന് എപ്പോഴും സ്ഥാനമുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള പ്ലെയേഴ്സുകൾക്കും എല്ലാവർക്കും സ്ഥാനമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് സഞ്ജുവിനെ മാത്രം ആ ഒരു മൂവ്മെന്റിൽ ശരിക്കും ഒന്ന് ഒപ്പിയെടുക്കാം? സഞ്ജുവിന്റെ ആ ഒരു സഞ്ജു സ്ക്രീനിൽ തന്നെ ഇല്ല. സഞ്ജു സ്ക്രീനിലില്ല, ശിവൻ ദുബ സ്ക്രീനില്ല, അക്ഷർ പട്ടേൽ സ്ക്രീനിലില്ല. വല്ലപ്പോഴും ഒരിക്കൽ മാത്രമാണ് കാണിക്കുന്നത്. ധോണിനെ കാണിക്കുന്നുണ്ട്, രോഹിത് ശർമ്മനെ കാണിക്കുന്നുണ്ട്, കോച്ചിനെ കാണിക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നത് കാണിക്കുന്നുണ്ട്. സഞ്ജു സാംസൺ മാത്രം സ്ക്രീനിലില്ല. എന്റെ തോന്നലല്ല, ഞാൻ കളി കണ്ടത്, എനിക്കത് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് വീണ്ടും വീണ്ടും ഹോട്ട്സ്റ്റാറിൽ വിന്നിംഗ് മൂവ്മെന്റ് കാണുമ്പോൾ എനിക്ക് സങ്കടമാവുക, സഞ്ജുവിനെ കാണിക്കണില്ല. അത് കാണിക്കണ്ടായപ്പോ എനിക്ക് വിഷമമായിട്ടാണ് ഞാനിപ്പോ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. സഞ്ജു സാംസൺ പറഞ്ഞ ഒരു സാധാരണക്കാരനായിട്ട് നടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ഒരു അഹംഭാവം ഒരു അഹങ്കാരം ഇല്ലാത്ത ഒരു പാവം പിടിച്ചൊരു മനുഷ്യൻ. ആ പാവം പിടിച്ച മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് ദൈവം ഇറങ്ങി വന്നിട്ട് സഞ്ജുവിനെ അനുഗ്രഹിച്ചത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക.